കയ്പുനീർ നുകർന്നവർക്ക് മാത്രമേ കാരുണ്യത്തിന്റെ പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയൂ എന്ന ചിന്ത ബാക്കി നിൽക്കുന്നു. അങ്ങനെയുള്ളവർക്കേ തന്റെ ചാരെ നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിയൂ. സ്വർഗീയ ഭവനത്തിൽ നമുക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട പാപ്പ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചാണ് വളർന്നു വന്നത്. ഉപജീവന മാർഗത്തിനായി പാറമടയിൽ ജോലിക്ക് പോയിരുന്ന പാപ്പ 130 കോടി കത്തോലിക്കരുടെ പരമാധ്യക്ഷനായി ദൈവം ഉയർത്തിയപ്പോഴും പാവങ്ങളോടുള്ള കരുണയും കരുതലും മറന്നിരുന്നില്ല. മാർപ്പാപ്പയുടെ ജീവിത സാഹചര്യങ്ങളോട് സമാനതയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ്. ജീവിത ദുഃഖങ്ങളുടെ ഏകാന്ത നിമിഷങ്ങളിൽ ഉഴലുന്നവർക്കും 55 ലക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിനും താങ്ങാവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ മഹത് വ്യക്തിത്വം. വിശുദ്ധ ജോൺ പോൾ പാപ്പയ്ക്ക് നഷ്ടപ്പെട്ടത് തന്റെ അമ്മയെ ആണെങ്കിൽ തട്ടിൽ പിതാവിന് 1.5 വയസ്സുള്ളപ്പോൾ തന്റെ പിതാവിനെ നഷ്ടമായി. എൻ്റെ അപ്പൻ ആകസ്മികമായിട്ട് ഹൃദയാഘാതം മൂലം മരിച്ചപ്പോൾ എനിക്ക് 1.5 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത ചേട്ടന് 22 വയസ്സും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൾത്താരകളിൽ തിരികത്തിച്ച വലുപ്പത്തിലാണ് ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ വയസ്സ്. വലിയ തിരി, കുഞ്ഞത്തിരി, അങ്ങനെ ഒടുവിൽ കുട്ടിത്തിരി. എൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ ഈ ലോനപ്പച്ചേട്ടൻ പറഞ്ഞു, എടി നീ പേടിക്കാതിരിക്കേ, ഔസേപ്പ് മരിച്ചു പോയെങ്കിലും നിൻ്റെ കാര്യമൊക്കെ, പിള്ളേരുടെ കാര്യമൊക്കെ തമ്പുരാൻ നടത്തും. പിന്നീട് മർത്തോമ പള്ളിയിൽ അച്ഛൻ അവിടെ തിരുക്കർമ്മങ്ങൾക്ക് വന്നപ്പോൾ ലോനപ്പച്ചേട്ടൻ പറഞ്ഞു, ഈ വീട്ടിലെ ചേട്ടനാണ് കഴിഞ്ഞ ദിവസം ഹൃദയ ആഘാതം മൂലം മരിച്ചു പോയത്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, മോള് പേടിക്കണ്ട കുഞ്ഞെ, ഞങ്ങളൊക്കെ നിന്റെ കൂട്ടത്തിലുണ്ട്. ഞെരുക്കത്തിന്റെ കയ്പുനീർ കുടിച്ചു വളർന്ന് തന്റെ ബാല്യവും കൗമാരവും പിന്നിട്ട റാഫേൽ വളരെയധികം കഷ്ടതകൾ സഹിച്ചാണ് തന്റെ യൗവനത്തിലൂടെ ചരിച്ചത്. 1956 ഏപ്രിൽ 21 തട്ടിൽ തോമാവുസേബ് ത്രേസ്യ ദമ്പതികളുടെ 10 മക്കളിൽ ഇളയവനായി ജനിച്ച റാഫേൽ അരിഷ്ടതകൾ നിറഞ്ഞ തന്റെ യൗവനത്തിൽ ഫീസ് കൊടുക്കാൻ കഴിയാതെ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. ഈ 2 പേരെയും സഭയുടെ അത്യുന്നത പദവികളിലേക്ക് ദൈവം എടുത്തു വളർത്തി. വിശുദ്ധ ജോൺ പോൾ 130 കോടി കത്തോലിക്കരുടെ പരമാധ്യക്ഷനായി ഉയർത്തപ്പെട്ടപ്പോൾ മാർത്തട്ടിൽ 55 ലക്ഷം വിശ്വാസികളുള്ള സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി ഉയർത്തപ്പെട്ടു. രണ്ടുപേരുടെയും തെരഞ്ഞെടുപ്പ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ അപ്രതീക്ഷിതവും ആശ്ചര്യകരവുമായിരുന്നു. അതേസമയം ദൈവത്തിന്റെ പദ്ധതിയിൽ സംഭവിച്ചതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച ദൈവിക പദ്ധതി പ്രകാരമായിരുന്നു. വിശുദ്ധ ജോൺ പോളിന്റെ കാലം കത്തോലിക്ക സഭയുടെ സുവർണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണത്തോടെ സീറോ മലബാർ സഭയുടെ വസന്തകാലം ആരംഭിച്ചു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അവർ അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. അവയിൽ ചിലതിലേക്ക് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന കാത്തലിക് കോൺഗ്രസ് തൃശ്ശൂർ അതിരൂപത യൂത്ത് കൗൺസിൽ പ്രതിനിധികളായിട്ടാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്ന് സീറോ മലബാർ സഭയെ നയിക്കുന്നതിന് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടിൽ പിതാവ് വന്നതിൽ ഞങ്ങളുടെ യുവജന സുഹൃത്തുക്കൾ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമാണ് സഭയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന പിതാവാണ്. വലിയ സ്പിരിച്വാലിറ്റി ഉള്ള ദൈവികതയുള്ള ഒരു ബിഷപ്പിനെയാണ് അധ്യക്ഷനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ ആർച്ച് ബിഷപ്പ് പുതിയ കാലത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തി സ്രോതസ്സായി നിലകൊള്ളുമെന്ന് നമുക്കറിയാം. തട്ടിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ, ഈ വലിയ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടായിരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. തട്ടിൽ പിതാവിനെ പോലെ ഒരാൾ
സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹത്തിനുണ്ടാകുന്ന അഭിമാനവും ആഹ്ലാദവും വളരെ വലുതാണ്. ഇന്നലെകളിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതോന്നമനത്തിന് വേണ്ടി തട്ടിൽ പിതാവ് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിനകത്തുണ്ട്. ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാവുന്ന രീതിയിലേക്ക് പിതാവിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താൻ അനുഭവിച്ച കഷ്ടതയുടെ കയ്പുനീർ മറ്റുള്ളവർ അനുഭവിക്കരുത് എന്ന ചിന്ത മുൻനിർത്തിയാണ് റാഫേൽ തന്റെ മുൻപിൽ വരുന്നവർക്ക് താങ്ങും തണലുമായി മാറിയത്. 1980 വൈദിക പട്ടം സ്വീകരിച്ച റാഫേൽ അച്ഛൻ തന്റെ കർമ്മപദങ്ങളിലെ വ്യക്തികളോട് അനുകമ്പയും കരുണയും ഉള്ളവനായിരുന്നു. റാഫേൽ അച്ഛന്റെ അതിരങ്ങളിൽ നിന്നുയരുന്ന ദൈവവചനം ചാട്ടുളി പോലെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കി മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ച് 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിച്ച സാക്ഷ്യങ്ങൾ നിരവധിയാണ്. കർത്താവ് നമ്മെ 3 കൽപ്പനകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി. 3, നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവർക്ക് മാമോദീസ നൽകുക. ഈ 3 കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാ? നിങ്ങളെന്താ എന്നെ തുറച്ചു നോക്കണേ? ഈ 3 കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാ? നിങ്ങൾ ലോകം മുഴുവൻ പോയി സർവ്വജാതികളോടും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുൻപ് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാത്തതിൻ്റെ പേരിൽ മനസ്സ് തിരിഞ്ഞ് കർത്താവിലേക്ക് വരാൻ കഴിയാതെ പോകുന്ന സർവ്വജനങ്ങളും അവരുടെ മാനസാന്തരത്തിന് തടസ്സം നിന്ന ഘടകം ആരാണെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉത്തരവാദികളാകും. താൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും ദൈവത്തോട് വിശ്വസ്തത കാണിച്ച റാഫേൽ അച്ഛന് സ്വർഗം കൊടുത്ത സമ്മാനമായിരുന്നു 2010 ലഭിച്ച സഹായമെത്രാൻ സ്ഥാനം. 2017 ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശംഷാബാദ് രൂപതയുടെ പ്രഥമ മെത്രാനായി നിയുക്തനായ തട്ടിൽ പിതാവ് മിഷൻ മേഖലകളിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി മാറുകയായിരുന്നു. പുഞ്ചിരി വിടരുന്ന മുഖവുമായി തന്റെ അജഗണത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന പിതാവ് എന്നും പാവങ്ങളോട് കരുണയുള്ളവനായിരുന്നു. പിതാവിനോട് സംസാരിച്ചാൽ എത്ര വലിയ സങ്കടവും ഇല്ലാതാകുമെന്ന് പല വ്യക്തികളുടെയും സാക്ഷ്യങ്ങൾ ഓർക്കുന്നു. ഇന്ന് സീറോ മലബാർ സഭയുടെ 4ാമത് ആർച്ച് ബിഷപ്പായി പരിശുദ്ധാത്മാവ് നിയോഗിച്ചപ്പോൾ തൃശ്ശൂരുകാരുടെ തട്ടിലച്ഛന് പറയാനുള്ളത് ഇത്രമാത്രം. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എൻ്റെ മേലെ ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ഉത്തരവാദിത്വം എനിക്ക് നൽകുന്ന 3 വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആദ്യത്തേത് ഒതൻറ്റിസിറ്റി ഓഫ് മൈ ലൈഫ്. ആധികാരികതയുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകണമെന്ന് ഞാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഒരു ജീവിതം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ ജീവിക്കാൻ എനിക്ക് കഴിയാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2ാമത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അവൈലബിലിറ്റിയാണ്. പരിശുദ്ധമ്മ നമ്മളെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. എൻ്റെ അവൈലബിലിറ്റിയാണ്, എൻ്റെ സംലപ്തത. എനിക്ക് തോന്നുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നതും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതും ഒക്കെ ആണെങ്കിൽ പോലും ഒരു നല്ല സമറായക്കാരനെ പോലെ എല്ലാവരുടെയും കൂടെ നടക്കാൻ, എല്ലാവർക്കും കരം കൊടുക്കാൻ, ജാതി നോക്കാതെ മതം നോക്കാതെ ആവശ്യമുള്ളവർക്കെല്ലാം ഞാൻ എൻ്റെ സാന്നിധ്യം ശക്തിയാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് പ്രസംഗമല്ല, മറ്റുള്ളവരെ കേൾക്കാനുള്ള കൊതിയാണ്. മറ്റുള്ളവരെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അറിവ് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രസംഗിക്കാറുള്ള ഒരാളാണ്, ദീർഘമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്കതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ കേൾക്കാനാണ്, പ്രത്യേകിച്ച് ആവശ്യത അനുഭവിക്കുന്നവരെ.
സംഘർഷങ്ങളുള്ളവരെ. ഞാൻ ഈ ബിഷപ്സ് ഹൗസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കുണ്ടുകുളം പിതാവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചൊരു വലിയൊരു പാഠമാണ്. ഒരു പ്രതിസന്ധിയുമായിട്ട് ഒരുത്തൻ നമ്മുടെ ബിഷപ്സ് ഹൗസിൽ വന്നാൽ അവന് പരിഹാരം കൊടുക്കാൻ ഈവൻ വഴിവിട്ടിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാലും വിരോധമില്ല, അവന് പരിഹാരം കൊടുക്കണം. ആ പരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും മുന്തിയ പരിഗണന സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാനത് പരസ്യമായിട്ട് അറിയിക്കുകയാണ്. വലിയ വലിയ പള്ളികളൊക്കെ പണിയുന്നു. നീ ഒരിക്കലും തൃശ്ശൂർ രൂപതയിൽ ഒരു പള്ളി പെയിൻ്റ് അടിക്കാൻ കയറിയിട്ട് ഒരു മനുഷ്യൻ അത് മുന്ന് കുത്തി വീണപ്പോൾ അന്നത്തെ SP എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ ഫാദറെ, നിങ്ങൾ ഈ തമിഴിനെ മാത്രമാണല്ലോ മുകളിൽ കയറ്റിയത്, ഇവിടെ എത്ര മലയാളികളുണ്ട്, ഒറ്റ ആളെ നിങ്ങൾ കയറ്റിയില്ല, ഇവനെ മാത്രമാണല്ലോ നിങ്ങൾ കയറ്റിയത്. അതുകൊണ്ട് ആർഭാടപൂർണമായും ആഘോഷങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സഭയോട് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഞാൻ ആ പെരുന്നാളുകൾക്കൊന്നും എതിരല്ല കേട്ടോ, ഒന്നും എതിരെ. ഞാൻ പറഞ്ഞു പൂരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളും മതി നമുക്ക്, ആവശ്യങ്ങൾക്ക് ഒതുങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോളിസി സഭയുടെ നേതൃത്വത്തിലേക്ക് എനിക്ക് കൊടുക്കാനുള്ള എൻ്റെ കാഴ്ചപ്പാട്, മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടവും ഞാൻ പിടിക്കുന്ന ചെങ്കോലും എനിക്ക് നൽകിയിരിക്കുന്ന പ്രവാചക ദൗത്യം, സഭ അനാവശ്യമായിട്ട് ആർഭാടങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം മുഴുവൻ പാവങ്ങളുടെ സമുദ്ധാരണത്തിന് കൊടുക്കാൻ സഭ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സഭ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. തട്ടിൽ പിതാവ് മെത്രാനായി ഉയർത്തപ്പെട്ടപ്പോൾ സ്വീകരിച്ച ആപ്തവാക്യം തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള വീക്ഷണം വെളിപ്പെടുത്തുന്നുണ്ട്. ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ, ഇതായിരുന്നു തട്ടിൽ പിതാവ് സ്വയം സ്വീകരിച്ച ആ ആപ്തവാക്യം. അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവിന് ആവശ്യമുള്ളിടത്തോളം എന്നെ മുറിക്കാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. എല്ലാവർക്കും തൃപ്തി വരുത്താൻ അവിടുന്ന് എന്നെ ഉപയോഗിക്കട്ടെ. പാവങ്ങളോടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും എന്നും സഹാനുഭൂതിയോടെ പെരുമാറുന്ന സ്വഭാവമാണ് മാർ തട്ടിലിന്റേത്. വളരെ ചെറുപ്പത്തിൽ അപ്പൻ നഷ്ടപ്പെട്ടതിന് ശേഷം തന്നെയും തനിക്ക് മുകളിലുള്ള 9 സഹോദരീ സഹോദരങ്ങളെയും വളർത്താൻ അമ്മ ഏറെ കഷ്ടപ്പെടുന്നത് കണ്ടാണ് കുഞ്ഞ് റാഫേൽ വളർന്നത്. അക്കാലങ്ങളിൽ അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നവരിൽ പ്രമുഖ സ്ഥാനത്ത് തൃശൂരിലെ മാർത്തോമാ സഭയിലെ വൈദികരും ദേവാലയ ശുശ്രൂഷകരും ഉണ്ടായിരുന്നു. കത്തോലിക്ക മാർത്തോമാ സഭകളിൽ നിന്നും ചുറ്റുപാടുമുള്ള മറ്റ് മതസ്ഥരിൽ നിന്നും സഹായവും പിന്തുണയും സ്വീകരിച്ചു വളർന്ന റാഫേൽ അവരെയെല്ലാം മാതൃകയാക്കിയെടുത്ത് മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് സഹായം ആവശ്യമുള്ളവരോട് വളരെ സഹാനുഭൂതിയോടെ ഇടപെടുകയും അവരെ തന്നാൽ കഴിയും വിധം സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുത്തു. സത്യമായിട്ടും അതൊരു യാഥാർത്ഥ്യമായിരുന്നു. മാർത്തോമാ സഭയുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല പദ്ധതികളിലും ഞങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹകരണങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ പെങ്ങൾ അവിടെയാണ് പഠിച്ച് SSLC പാസ്സായത്. തുടർന്ന് പെങ്ങളെ പഠിപ്പിക്കാനായിട്ട് സഭ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ B.Ed പാസ്സായപ്പോൾ മാർത്തോമാ സഭയിലെ ആരും തന്നെ അപ്ലിക്കൻ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് വികാരിച്ചൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരുമില്ല, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ അപേക്ഷിച്ചാൽ ഞങ്ങൾ തരും. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് അവിടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം മുളമൂട്ടിലച്ചൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് മാർത്തോമക്കാരുടെ ചായ മാത്രമല്ല, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് മാർത്തോമക്കാരുടെ ബ്ലഡ് ആകുമെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ എല്ലാ രക്തദാനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഉറപ്പായിട്ടും വിളിക്കണം. ദാരിദ്ര്യവും സ്നേഹവും കൈമുതലാക്കി ജീവിച്ച യേശുവിനെ മാത്രം നോക്കി ജീവിക്കാൻ പരിശീലിക്കപ്പെട്ടതുകൊണ്ട് തട്ടിൽ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവർക്കും എല്ലാമായി മാറുക എന്നത് വളരെ എളുപ്പമായ കാര്യമായിരുന്നു.
അദ്ദേഹത്തെ പോലെ ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന, ആരുടെയും തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന തരത്തിലേക്ക് ഇറങ്ങി വരുന്ന പിതാക്കന്മാർ എണ്ണത്തിൽ വളരെ കുറവായ സഭയിൽ തട്ടിൽ പിതാവ് തീർത്തും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടപ്പോൾ സ്ഥാനമൊഴിഞ്ഞ കർദിനാൾമാർ ആലഞ്ചേരി ഇങ്ങനെ പറഞ്ഞത്: സഭാമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ സമ്മാനം. സീറോ മലബാർ സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന കുർബാന തർക്കം അടക്കമുള്ള പ്രധാന പ്രശ്നങ്ങൾ തട്ടിൽ പിതാവ് തുറന്ന മനസ്സോടെ ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരെയും ഇരുത്തി ചർച്ച നടത്തി അവ സൗമ്യമായി പരിഹരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നതിന്റെ കാരണം തട്ടിൽ പിതാവിന്റെ വാക്കുകളാണ്. സഭയുടെ മിഷൻ ദൗത്യങ്ങളെക്കുറിച്ചും ഒരു മിഷണറി കൂടിയായ തട്ടിൽ പിതാവിന് വ്യക്തമായ വീക്ഷണവും ദർശനങ്ങളും ഉണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസിന്റെ മനസ്സ് തന്നെയാണ് അദ്ദേഹവും കാത്തു സൂക്ഷിക്കുന്നത്. മിഷൻ ചെയ്യാത്ത സഭ മരിച്ച സഭയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സഭയുടെ യാഥാസ്ഥിതിക ഭാവം കുറച്ച് കുറെ കൂടി ഇവാഞ്ചലിക്കലാകണം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മിഷൻ ദൗത്യങ്ങൾക്ക് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് കേരളത്തിലെ എല്ലാ രൂപതകളും വൈദികരെയും സന്യസ്തരെയും അയക്കണമെന്നും കേരളത്തിലെ രൂപതകൾ സാമ്പത്തികമായും കേരളത്തിന് പുറത്തുള്ള മിഷൻ രൂപതകളെ പിന്താങ്ങണമെന്നും തട്ടിൽ പിതാവ് ആഗ്രഹിക്കുന്നു. മിഷൻ രൂപതകളെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നും പിതാവിൽ നിലനിന്നിരുന്നു. സഭയുടെ പല മിനിസ്ട്രികളും ഇൻഡസ്ട്രികളായി മാറുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ആകുലതയുണ്ട്. സുവിശേഷം സ്വീകരിക്കാൻ പാകപ്പെട്ട് ഫലഭൂയിഷ്ടമായ ഭൂമി ആയി ഭാരതം മിഷണറിമാരെ കാത്തിരിക്കുകയാണെന്നാണ് മിഷണറി കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിനാൽ സ്ഥാപനവൽക്കരണ ശ്രമങ്ങൾ കുറച്ചു കൊണ്ടുവന്ന് മിഷൻ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്ന രീതി കേരള സഭ തുടങ്ങണമെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിഷൻ രൂപതയുടെ മെത്രാനായിരുന്ന തട്ടിൽ പിതാവിന് പറയാനുള്ളത്. ഈ അടുത്ത കാലത്തായി കേരള സഭയിലെ ദേവാലയങ്ങളിൽ തിരുനാൾ ആഘോഷവേളകളിൽ ദേവാലയ തിരുമുറ്റങ്ങളിലും ദേവാലയ പരിസരങ്ങളിലും തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗം എന്ന രൂപത്തിൽ കടന്നുവരുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ സഭ ജാഗ്രത പുലർത്തണമെന്നാണ് തട്ടിൽ പിതാവ് അഭിപ്രായപ്പെടുന്നത്. വിശ്വാസം സാക്ഷ്യം എന്നതിനേക്കാൾ ആഘോഷം എന്ന നിലയിലേക്ക് തരം താഴുന്നതിനോട് തട്ടിൽ പിതാവിന് യോജിപ്പില്ല. അത്തരം പ്രവണതകൾ മുളയിലെ നുള്ളണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. യുവജനങ്ങളെയും സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും സഭയിലേക്ക് ആകർഷിക്കാൻ ഇത്തരം അതിരുകടന്ന ആഘോഷങ്ങളെക്കാൾ അവരുമായി വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടി കുടുംബ സന്ദർശനം വൈദികർ പതിവാക്കണം. വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കൽ അജപാലന ശുശ്രൂഷയിലെ ഒഴിവാക്കാൻ കഴിയാത്ത ഘടകമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മാത്രമല്ല, വികാരി അച്ഛന്മാർ ഇടവക ജനത്തെ കേട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നും സോഷ്യൽ മീഡിയയുടെ അമിത സ്വാധീനത്തെ അതിജീവിക്കുന്ന അജപാലന ശൈലി വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് വഴി മാത്രമേ രൂപപ്പെടുകയുള്ളൂ എന്നുമാണ് അദ്ദേഹത്തിന്റെ ഉറച്ച ബോധ്യം. സഭയിലെ അൽമായരോട് വളരെ തുറന്ന് ഇടപെടുകയും അവരെ തന്നാൽ കഴിയും വിധം വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന പിതാവിന് അവർക്ക് സഭയിൽ ചെയ്തു തീർക്കാനുള്ള ദൗത്യങ്ങളെക്കുറിച്ച് ഉറച്ച ബോധ്യമുണ്ട്. സഭാധികാരികളെ പത്രോസിനോട് ഉപമിക്കുന്ന പിതാവ് അൽമായരെ ഉപമിക്കുന്നത് പൗലോസിനോടാണ്. ആദിമസഭയെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പൗലോസ് വ്യാപിപ്പിച്ചതുപോലെ ഇന്നത്തെ സഭയും സമൂഹത്തിലേക്ക് വ്യാപിച്ച് വളരണമെങ്കിൽ അൽമായരെ സഭാ നേതൃത്വം പിന്താങ്ങി വളർത്തണം എന്ന പക്ഷക്കാരനാണ് തട്ടിൽ പിതാവ്. അതിനുവേണ്ടി അൽമായർക്ക് വിവിധ മേഖലകളിലേക്ക് സഭ വഴി തുറന്നു കൊടുക്കണം എന്ന് പിതാവ് അഭിപ്രായപ്പെടുന്നു. ഓരോ അൽമായനും കർത്താവിന്റെ കൈകളിലെ ഉപകരണമാണ് എന്നും അവരും പ്രത്യേകമായി അവർ ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങൾക്കായി ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് എന്നും പിതാവ് വിശ്വസിക്കുന്നു. ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് വിവിധ ദൗത്യങ്ങൾ ഉള്ളതുപോലെ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർക്ക് അവരുടേതായ ദൗത്യങ്ങളുണ്ട്. അതിനാൽ തന്നെ അവരെ വ്യത്യസ്ത തലങ്ങളായി വേർതിരിച്ചു കാണാൻ തട്ടിൽ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അവർ ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭ അതിന്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസിനെ പോലെ തട്ടിൽ പിതാവും വിശ്വസിക്കുന്നു. മുറിവേറ്റവരും മുറിവുകൾ ഉള്ളവരുമായ ഒരുപാട് പേർ സഭയിലുണ്ട്. അവരെ വെട്ടിമുറിക്കാൻ എളുപ്പമാണ്, പക്ഷേ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. തട്ടിൽ പിതാവ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്.
അദ്ദേഹത്തിന്റെ മനസ്സ് സഭയിൽ നടപ്പിലാകാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ സഹായിക്കും. കാരണം അത് കർത്താവിന്റെ മനസ്സ് തന്നെയാണ്. തട്ടിൽ പിതാവ് വന്നു, ഇനി സഭയിൽ എല്ലാം ഭംഗിയായി കലാശിക്കും എന്ന് സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ ഒറ്റ സ്വരത്തിൽ പറയുന്നു. സഭയുടെ അടിസ്ഥാനവും അടിത്തറയും യേശുവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവിനെ പ്രതിനിധീകരിക്കുന്ന പിതാവും തലവനുമായിട്ടുള്ള നേതൃത്വത്തോട് കൂടിച്ചേരുമ്പോൾ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, രൂപതാധ്യക്ഷനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, അവിടെയാണ് സഭ സഭയായി തീരുക. ഈ അവസരത്തിൽ തട്ടിൽ പിതാവെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് പറയുകയാണ്, സീറോ മലബാർ സഭാംഗങ്ങളെല്ലാവരും ഞങ്ങളുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവെ, ഞങ്ങളെല്ലാവരും പിതാവിൻ്റെ കൂടെയുണ്ട്. പിതാവിൻ്റെ വിധേയത്വത്തോടു കൂടി തന്നെ സീറോ മലബാർ സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് നിൽക്കും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പരസ്യമായി ഇത് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സീറോ മലബാർ സഭ ഇന്ന് പൗരസ്ത്യ സഭകളിൽ എണ്ണത്തിൽ 2ാം സ്ഥാനവും, എന്നാൽ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ചൈതന്യത്തിൽ 1ാം സ്ഥാനവുമായിട്ട് നിൽക്കുന്ന സഭയാണ്. ഈ സഭയെ ഒരു ഗ്ലോബൽ ചർച്ചായിട്ട് വളർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഈ സഭയെ നയിക്കുവാൻ ഏറ്റവും ഉചിതനായിട്ടുള്ളൊരു വ്യക്തിയെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അഭിമന്യ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്നത് സഭ മുഴുവനും വലിയ സന്തോഷത്തോടെ പ്രത്യാശയോടെയാണ് കേൾക്കുന്നത്. എല്ലാ വിഭാഗക്കാർക്കും സ്വീകാര്യനായ മേജർ ആർച്ച് ബിഷപ്പായി ഇതിനോടകം തന്നെ അഭിമന്യ തട്ടിൽ പിതാവ് മാറി എന്ന് കാണുന്നതിൽ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെല്ലാവരും സംതൃപ്തരാണ്. സീറോ മലബാർ സഭയ്ക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ തരത്തിലും അദ്ദേഹം ഈ സഭയെ നയിക്കാനായിട്ട് യോഗ്യനാണ്. ഒന്നാമതായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രൂപതകളിൽ അദ്ദേഹം ധാരാളമായിട്ട് ധ്യാനിപ്പിച്ചിട്ടുണ്ട് അച്ഛന്മാരത്. സീറോ മലബാർ സഭയിൽ മാത്രമല്ല, മറ്റ് 3 വ്യക്തിസഭകളിലും അതുപോലെ മറ്റ് അക്രൈസ്തവ സഭകളിലെല്ലാം അദ്ദേഹം പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പരിചയ സമ്പത്തുണ്ട്, അനുഭവസമ്പത്തുണ്ട്, പിന്നെ അതുപോലെ ബന്ധങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഷംഷാബാദിൻ്റെ ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യ മുഴുവനും ഉള്ള മറ്റ് ലത്തീൻ മെത്രാന്മാർ അതുപോലെയുള്ളവരെല്ലാം കണ്ട് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തിന്. മിഷൻ സാഹചര്യങ്ങളറിയാം, രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം അറിയാം. പിന്നെ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ എപ്പോഴും റോമിന് പോവുകയും അവിടെയുള്ള വിവിധ ഡിക്കാസ്റ്ററികളുമായിട്ട്, അതായത് കാര്യാലയങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകൾക്കുള്ള കാര്യാലയത്തിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിലൊക്കെ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ വളരെയധികം അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആലഞ്ചേരി പിതാവിന് ശേഷം റാഫേൽ തട്ടിൽ പിതാവ് പുതിയ തലവനായിട്ട് സഭയുടെ വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരുടെയും സ്നേഹനിർഭരമായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും എന്നുമുണ്ടായിരിക്കും. അങ്ങനെ സീറോ മലബാർ സഭയും എറണാകുളം അങ്കമാലി അതിരൂപതയും കൂടുതൽ പ്രശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ ദൈവകൃപയിൽ വളരാനായിട്ട്, ഐക്യത്തിൽ കൂട്ടായ്മയിൽ വളരാനായിട്ട് ഇടവരുമെന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും ആശംസയുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഷംഷാബാദിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതോടൊപ്പം ഇപ്പോഴും അദ്ദേഹം ഭാരതത്തിന് പുറത്തുള്ള ഇനിയും നമ്മുടെ രൂപതകളിലെ ഭാഗമാകാത്ത എല്ലാ വിശ്വാസികളുടെയും അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററാണ്. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു തട്ടിൽ പിതാവിനെ ദൈവം എത്രയോ നേരത്തെ പടിപടിയായിട്ട് ഒരുക്കി ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ഇന്ന് കരുതുകയാണ്. സീറോ മലബാർ സഭ വളരെ പ്രത്യേകമായ വിധത്തിൽ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് അൽമായർക്ക് ഏറെ പ്രാധാന്യം നൽകി അവരെ മുന്നിൽ നിർത്തി സഭയെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഇടയനെ തന്നെയാണ് ദൈവം മേജർ ആർച്ച് ബിഷപ്പായി സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ ആ മഹാദാനത്തെ പ്രതി നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം.